അങ്ങനെ പതിപോലെ ഇപ്രാവശ്യം ഞങ്ങളുടെ ട്രെയിനിങ് വന്ന് കോട്ടയത്ത് വെച്ച് തന്നെ ആയിരുന്നു. വന്ദേ ഭാരതിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോയത്. 5:15 എന്ന് പറയുന്നത് ഷാർപ്പ് 5:15 തന്നെ വന്ദേ ഭാരത് എടുക്കും. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോളൂ. ഞാൻ കുറേ നേരം അവിടേക്ക് നോക്കിയിരുന്നതിന് ശേഷം ഞങ്ങളുടെ മാഡം സാറും വേറൊരു ബോഗിയിൽ കയറിയാണ്. ടൈമിംഗ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ടൈമിംഗ് ആണ് അവരുടെ. അപ്പോൾ തന്നെ എടുത്തത് കൊണ്ട് അവർ വേറെ ബോഗിയിൽ കയറിയിട്ടാണ് സമയത്തിന് 5:20 ആയപ്പോൾ എൻ്റെ അടുത്ത് എത്തിയത്. ഞാൻ ഷാർപ്പ് 5:12 ആയപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വന്ദേ ഭാരതിൽ ഇപ്പം ഞാനിപ്പോൾ ഭയങ്കര ഒരു ഫാനാണ്. കാരണം നമ്മളൊന്നും അറിയണ്ട, അതിലിരുന്നാൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര വൈബാണ്. കാരണം സൈലൻ്റ് മോഡാണ് കേട്ടോ. രാവിലെ ഫൈബറിൻ്റെ ഒരു ബിസ്ക്കറ്റും ഒരു കോഫിയും കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചും കളിച്ചും ഒക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് എത്തിയത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഒരു ട്രെയിൻ എടുക്കുന്നതൊക്കെ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ എന്താണെന്നറിയില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല. പിന്നെ ഇതിലെ ഗ്ലാസ് ചെറിയൊരു മഴത്തൂറ്റലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൂര്യൻ്റെ പ്രകാശം ഗ്ലാസ്സിലൊക്കെ അടിച്ചിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്ക് റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വേറൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് കുറേ എണ്ണം പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഇങ്ങനെ സൂര്യൻ വന്ന് ആ ജലത്തിലൊക്കെ വീഴുമ്പോൾ കാണാനായിട്ട്. അങ്ങനെ ഞാൻ ആ പ്രകൃതിയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഞങ്ങളുടെ കോട്ടയം യാത്ര പോയിക്കൊണ്ടിരുന്നു. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും കോട്ടയത്തോട്ട് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി പതുക്കെ ഞങ്ങളുടെ സെൻറ്ററിലെത്തി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരെയും പോയി കണ്ടു, സംസാരിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഞങ്ങളുടെ മീറ്റിംഗ് സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് ക്രിക്കറ്റിൻ്റെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി നടന്ന് അതിനുശേഷം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ലഞ്ച് കഴിക്കാൻ പോയപ്പോൾ ഒരു രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് തീർന്നു പോയി. കാരണം മീറ്റിംഗ് ഓൾറെഡി കഴിഞ്ഞപ്പോൾ 2 മണിയായി. അപ്പോൾ ഞങ്ങൾ വെജിറ്റേറിയൻ കയറി ആര്യാസിൽ കയറിയിട്ട് ദോശയാണ് കഴിച്ചത്. ഞങ്ങൾ ദോശ കഴിച്ചു, കൂടെയുള്ളവർ ഫ്രൈഡ് റൈസും കഴിച്ചു. അങ്ങനെ നല്ല ചൂടുവെള്ളം, അത് നല്ല തൊണ്ടയ്ക്ക് പാകമായിട്ടുള്ള രീതിയിലുള്ള ചൂടുവെള്ളമായിരുന്നത് കൂടി വളരെ ആശ്വാസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.